कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे श्रीयाञ्जनेयं प्रसन्नाञ्जनेयं श्रीयाञ्जनेयं क्षमस्व भगवत्यम्ब क्षमाशीले परात्परे शुद्धसत्त्वस्वरूपे च कोपादिपरिवर्जिते क्षमस्व भगवत्यम्ब क्षमाशीले परात्परे शुद्धसत्त्वस्वरूपे च कोपादिपरिवर्जिते उपमे सर्वसाध्वीनां देवीनां देवपूजिते त्वया विना जगत्सर्वं मृततुल्यं च निष्फलम्. നാഗരകാവിൻ്റെ നേരെ പുറകിലാണ് നിധികാക്കും ഭൂതത്താൻ്റെ കാവ്. എന്നാൽ നാഗരിരിക്കുന്നതിന് നേരെ മുന്നിലായി ഒരു നിര പീഠം നമുക്ക് ഇങ്ങനെ കാണാനാകും. ആ പീഠങ്ങളിലൊന്നും പ്രത്യേകിച്ച് വിഗ്രഹങ്ങളൊന്നുമില്ല, ദീപങ്ങൾ മാത്രമേ കത്തിക്കാറുള്ളൂ. അതിൽ ആദ്യത്തെ പീഠത്തിൻ്റെ പേര് മലദൈവം എന്നാണ്. മലദൈവം എന്ന പേരിൽ തന്നെ അറിയാം നമുക്ക് മലകളെ കാത്തുരക്ഷിക്കുന്ന ഈശ്വരമൂർത്തിയാണ്. അപ്പോൾ വേറൊന്നും ഇനി ഒന്നും എടുത്തു പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ ഒരു കാലത്തൊരു ഗോത്ര സംസ്കൃതി നിലനിന്നിരുന്നു. ഇതൊരു വനപ്രദേശമായിരുന്നു. ആ വനപ്രദേശത്ത് ഈശ്വരമൂർത്തി സങ്കല്പങ്ങൾ ധാരാളമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ മലദൈവത്തെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇലപ്പക്കുഴി മാടൻ എന്നൊരു സങ്കല്പം കാണാം. അതുമായി ബന്ധപ്പെട്ടും ഇലിപ്പക്കുഴി എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനാകുന്നു ഇവിടെ ഒരു വലിയ ഇലിപ്പമരം ഉണ്ടായിരുന്നു. അത്ര ആ ഇലിപ്പമരത്തിൻ്റെ കുഴിയിൽ ഒരിക്കൽ ഈശ്വര സങ്കല്പത്തെ ദർശിക്കുകയുണ്ടായി ചിലർ. അങ്ങനെ ഈശ്വര സാന്നിധ്യത്തെ അവിടെ കണ്ടതിന് ശേഷം അവരവിടെ ആരാധിക്കുകയും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിന് മുൻപ് ഇത് മുഴുവനും ഒരു ഘോര വനമായിരുന്നു. ഈ ഘോര വനത്തിൻ്റെ പലയിടങ്ങളിലും ഇങ്ങനെ ഗോത്ര സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ആരാധനകളുണ്ടായിരുന്നു. പിന്നീട് സ്ഥലം അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ആ സങ്കല്പങ്ങളെ പലപ്പോഴും ഇവിടേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിട്ടുണ്ട്. ഇലിപ്പക്കുഴി മാടൻ എന്ന സങ്കല്പം അത്തരത്തിലൊരു സങ്കല്പമാണ്. അതിന് തൊട്ടരികിലായി കാണുന്നത് പേഭൂതം എന്ന്. പേഭൂതം സങ്കല്പത്തിന് വിളക്കേ കത്തിച്ചിട്ടുള്ളൂ. പണ്ട് കാലത്ത് ഈ ഗ്രാമവാസികൾ ഇവിടെ അധികം ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതുവഴി അങ്ങനെ ജനസഞ്ചാരമൊന്നും അധികം ഉണ്ടായില്ല. എങ്കിലും എന്തെങ്കിലും സാധനം നമുക്ക് മോഷണം പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്താൽ ആ മോഷണം പോയ വസ്തു അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇവിടെ നടയിൽ കൊണ്ടുവന്ന് വെച്ച് അത് തിരിച്ചു കിട്ടണമേ എന്ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പോയ കാര്യം എന്തായാലും അത് തിരിച്ചു കിട്ടുമായിരുന്നു അത്രേ. അത് അന്നുള്ള വിശ്വാസമാണ്. ഇന്ന് പക്ഷേ ആ പൂജാരീതികൾ പോലും പലരും മറന്നുപോയിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഗ്രാമങ്ങളിൽ, കേരളത്തിലെ പല ഗ്രാമങ്ങളിലും കൊട്ടിച്ചിരിക്കാവുകളുണ്ട്. കൊട്ടിച്ചിരിക്കാവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ദേവിക്ക് മുന്നിൽ വന്ന് കൊട്ടിച്ചിരിച്ചു പാടി കാര്യം ഏറ്റു പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടും. അങ്ങനൊരു വിശ്വാസം നമ്മുടെ അമ്മമാരിലും നമ്മുടെ മുത്തശ്ശിമാരിലും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. കളഞ്ഞു പോകുന്ന എല്ലാ വസ്തുക്കളും അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുമായിരുന്നു. അതൊരു അത്ഭുതം. അത് അവരും ആ പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ്.
പൂജകളുടെ രീതികൾ മറന്നുപോയത് കൊണ്ട് ഇനിയൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുക? നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടുമോ എന്നറിയില്ല. എങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയെ തിരിച്ചു പോകും. ഇന്ന് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയാണ്, കാലാവസ്ഥയാണ്, കാലാവസ്ഥയുടെ അനുഗ്രഹീത ഭാവങ്ങളാണ്. അതൊക്കെയും തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാ മൂർത്തികൾക്ക് മുന്നിലും വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. പേഭൂതത്തിന് നേരെ മുന്നിൽ യക്ഷിയമ്മയാണ്. യക്ഷിയമ്മ സങ്കല്പത്തിന് പീഠം ഉയർത്തിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് സങ്കല്പം ശക്തമാണെന്ന് മനസ്സിലാക്കാമല്ലോ. എന്നാൽ ഈ ഒരു നിര പീഠങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷ്ഠകളെല്ലാം കഴിഞ്ഞാൽ പിന്നീട് എത്തുന്നത് ഒരു കാവിലാണ്. അതിമനോഹരമായ കാവ് എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്, വലിപ്പമുണ്ടായിരുന്ന ഒരു കാലത്ത്. പക്ഷേ ചുരുങ്ങി ഇപ്പോൾ ഒരു ചെറിയ കാവായി മാറിയിരിക്കുന്നു. മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാനാകാത്ത രീതിയിൽ വള്ളിപ്പടർപ്പുകളാണ്. ഇതൊരു കൂടാരം പോലെയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ വർഷത്തിലൊരിക്കൽ ഗുരുതിയും ഉത്സവകാലത്ത് വളരെ പ്രധാനപ്പെട്ട പർണേറ്റും നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പർണേറ്റ് നടത്തുന്നതിൻ്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. ആ പർണേറ്റ് നടത്തുന്നതിന് വേണ്ടി മുൻപ് കാലത്ത് തടിയിൽ തീർത്ത വലിയ തട്ടുകൾ തീർക്കുകയും അതിന് മുകളിൽ ദേവിയും ദാരികനും ഏറുകയുമാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ സൗകര്യാർത്ഥം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ സൗകര്യാർത്ഥം ഇപ്പോൾ വലിയ കോൺക്രീറ്റ് തൂണുകളും ഒരു മണ്ഡപവും തീർത്തിരിക്കുകയാണ്. ഇതിന് മുകളിലാണ് സ്ഥിരം പർണേറ്റിന് വേണ്ടുന്നൊരു തട്ടൊരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാവിനുള്ളിൽ ദേവി സാന്നിധ്യം നിൽക്കുമ്പോൾ നമുക്കറിയാം ദാരികനെ നിഗ്രഹിക്കുവാൻ ദേവി ആകാശത്തിലും ഭൂമിയിലും അല്ലാതെ മധ്യത്തിൽ വെച്ചിട്ട് വേണം ദാരികനെ നിഗ്രഹിക്കുവാൻ. അതിനുവേണ്ടി ദേവി അരയാലിന് മുകളിൽ വെച്ച് ദാരികനെ നിഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ആ ദാരിക നിഗ്രഹം നടന്നത് ഈ പ്രദേശത്ത് വെച്ചാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ പർണേറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതുപോലെ പർണേറ്റ് ഉയർന്ന ഒരു തട്ടിൽ വെച്ചിട്ടാണ് ദേവി ദാരിക നിഗ്രഹം നടത്തുന്നത്. മാത്രമല്ല ആ ദാരികനെ നിഗ്രഹം നടത്തുന്ന സമയത്ത് ഒരു തുള്ളി രക്തം പോലും താഴേക്ക് വീഴാതിരിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു. കാരണം ഒരു തുള്ളി രക്തം താഴേക്ക് വീണാൽ അതിൽ നിന്ന് 10,000-കണക്കിന് ദാരികന്മാർ ഉണ്ടായി വരും. ഇങ്ങനെ ദാരികനെ ദേവി ഇതുപോലെ ഉയരത്തിൽ വെച്ച് നിഗ്രഹിക്കുന്ന സമയത്ത് 2 തുള്ളി രക്തം താഴേക്ക് പതിക്കുവാൻ ഒരുങ്ങിയെന്നും അത് താഴേക്ക് പതിക്കുന്നതിന് മുൻപ് ആടാക്കിയും കോഴിയാക്കി മാറ്റി. ദേവി തന്നെ അതിനെ ഒരു ആടും കോഴിയുമാക്കി മാറ്റിയത്രേ. അതുകൊണ്ടാണ് മൃഗബലികൾ പണ്ടുകാലത്ത്, അതായത് ദാരികനെ നിഗ്രഹിക്കുന്ന സങ്കല്പത്തിന് തത്തുല്യമായിട്ടാണ് പണ്ടുകാലത്ത് ആടിനെയും കോഴിയെയും ഒക്കെ നിഗ്രഹിച്ചിരുന്നത്. ഇത് മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലും മുൻപ് കാലത്ത് ഇതുപോലെ ചെയ്തിരുന്നു. പല ദേവീ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. റീജൻ സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള മൃഗബലി നിരോധിച്ചത്. നമുക്കറിയാം, തീർച്ചയായും വിശ്വാസങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാകണം. മൃഗബലി പോലെയുള്ളത് ക്ഷേത്ര അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഒട്ടും യോജിക്കാത്ത കാര്യം തന്നെയാണ്. പക്ഷേ മൃഗബലികൾ നിരോധിക്കുമ്പോഴും കാവുകളായി തന്നെ നിൽക്കണം. കാവുകളിലെ സങ്കല്പങ്ങളായി തന്നെ നിൽക്കണം. ഈ തണലും തണുപ്പും എല്ലാ കാലത്തും ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും ഇവിടെ വെച്ച് നമുക്ക് പറയാം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ഈശ്വരന് വേണ്ടി കരയുന്നത് ദുർബലതയല്ല. ആ കണ്ണുനീര് കൊണ്ട് അനേകം ജന്മങ്ങളിലെ വാസനയാകുന്ന അഴുക്കുകളാണ് കഴുകിപ്പോകുന്നത്. മെഴുകുതിരി ഉരുകുന്നതിനനുസരിച്ച് അതിൻ്റെ നാളത്തിന് പ്രഭ കൂടുന്നു, ശോഭ വർദ്ധിക്കുന്നു. അതുപോലെ ഭഗവാന് വേണ്ടിയുള്ള കണ്ണുനീർ നമ്മുടെ ആത്മവികാസത്തിന് കാരണമാകുന്നു. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകൾ നമ്മുടെ മനസ്സിന്റെ ശോഭയെ വർദ്ധിപ്പിക്കട്ടെ. സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്.
മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, ഇത് മുതിർന്ന തലമുറയിൽ നിന്നാണ് പുതിയ തലമുറ കേട്ട് മനസ്സിലാക്കുന്നത്. പുതിയ തലമുറയിൽ നിന്ന് പിന്നീട് അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു നൽകപ്പെടുന്നു. എന്തായാലും ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ മുതിർന്ന തലമുറയുടെ കാരണവന്മാരുടെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു ആചാരം, ഒരു സംസ്കാരം നമുക്കുണ്ട് തീർച്ചയായും. ഇവിടെ പുന്നാട്ട് ശ്രീ തമ്പുരാൻ ദേവി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ കാവുകൾ കാണുന്നു. കാവിൽ നിൽക്കുന്ന തീക്ഷ്ണമായ വിശ്വാസങ്ങളെ നാം മനസ്സിലാക്കുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ മുതിർന്ന തലമുറയിൽപ്പെട്ട, അതായത് ഈ ക്ഷേത്രം വീണ്ടും ഒരു ഉണർവിലേക്ക് വരുന്നതിന് കാരണമായി പ്രവർത്തിച്ചവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളുവാനാകുന്നത്. ഇദ്ദേഹം ശ്രീ വിശ്വംഭരൻ സാർ, അദ്ദേഹം വളരെ വർഷക്കാലം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാണ്. 1970 കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രം അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം നയിച്ചിരുന്നത് ഇദ്ദേഹമാണ്. ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് നമുക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ രസകരമായി പറഞ്ഞു തരുവാനാകും. നമസ്കാരം സർ. നമസ്കാരം. ഈ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഉള്ളതാണ്, വളരെ പഴക്കമുള്ളതാണ്, ആദ്യകാലം മുതലേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഉത്സവത്തിൻ്റെ ദേവിയുടെ ആഗമനം ഒക്കെ എന്ന്? പണ്ട് ഈ ദാരികൻ ഇവിടെ പരമശിവൻ്റെ നിന്ന് വരം വാങ്ങിച്ച് ഭൂമി ലോകത്തെ 3 ലോകത്തെയും കീഴടക്കി, അല്ല പരമശിവൻ്റെ നിന്ന് വരം വാങ്ങിച്ച് ഭൂമിയിൽ വെച്ചോ ഇയാൾക്ക് മരണം പാടില്ല, ആകാശത്ത് വെച്ചോ പാടില്ല, ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ അയാളെ കൊല്ലരുത്, പിന്നെ ഈ രാത്രിയും കൊല്ലരുത്, പകലും കൊല്ലരുത്, അഥവാ പുരുഷന്മാർക്കും കൊല്ലാൻ പാടില്ല, അഥവാ എന്നെ കൊല്ലുകയാണെങ്കിൽ അതൊരു മാതാവ് പ്രസവിക്കാത്ത സ്ത്രീയായിരിക്കും. അങ്ങനെയാണ് ഈ വരും എല്ലാ വരങ്ങളും, മഹാമാരി, പിന്നെ ഈ മസൂരിയുടെ എല്ലാ വരങ്ങളും പരമശിവൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് 3 ലോകങ്ങളും അടക്കി ഭരിച്ചു. അങ്ങനെ ദേവന്മാർക്ക് നിൽക്കപ്പുറതിയില്ലാതെ ദേവന്മാരെല്ലാം കൂടെ ഓടി പരമശിവൻ്റെ അടുത്ത് ചെന്ന് ഇനി എന്തിനാണ് പോംവഴി. അങ്ങനെ പരമശിവൻ ഒരു പോംവഴി കാണുന്നതാണ്. പരമശിവൻ്റെ തൃക്കണ്ണ് പൊട്ടി ഭദ്ര ജനിപ്പിച്ചതെന്നും ആ ഭദ്ര ഭൂമിയിൽ വന്ന് പൂവണി വനത്തിൽ ആക്കിയിട്ട് തമ്പുരാൻ തെക്കുംകൂർ രാജാവായിട്ടും പരമശിവൻ തെക്കുംകൂർ രാജാവായിട്ട് തമ്പുരാനായിട്ട് ഭൂമിയിൽ അവതരിപ്പിച്ചു വന്നു. അങ്ങനെ ഭൂമിയിൽ വന്ന് ഭൂമി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയെ വടക്കൻകൂർ രാജ്യത്തെ രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് വടക്കൻകൂർ രാജ്യക്കാർ വന്ന് ആവശ്യപ്പെടും. അങ്ങനെ ദേവിയെ കല്യാണം കഴിഞ്ഞുവെങ്കിലും ദേവിക്ക് മറ്റേ മനുഷ്യനല്ലേ, ദേവി സ്ത്രീയില്ലേ, ദേവകന്യയല്ലേ. അപ്പം അങ്ങനെ ഒരു രാജാവ് ഒരു ഉദ്ദേശം പറയും, ഇങ്ങനെ 3 കൊല്ലം കല്യാണം കഴിഞ്ഞാൽ ദേവിക്ക് ഭജനയും പ്രാർത്ഥനയും ഉണ്ട്, അതുവരെ ഭർത്തൃബന്ധം പാടുകയെന്നും പറഞ്ഞു. അങ്ങനെ ഈ 3 കൊല്ലത്തിനിടയ്ക്ക് ഈ വടക്കൻകൂർ രാജ്യത്ത് കൊടും വരൾച്ചയും ദാരിദ്ര്യവും മഴയൊന്നും ഇല്ലാതെ മൃഗങ്ങളെല്ലാം ചുറ്റവരും അങ്ങനെ വന്നപ്പോൾ ഒടുക്കം ഖജനാവും എല്ലാം തീർന്ന് ദേവിക്ക് ജനങ്ങൾക്ക് ജീവിക്കാനും കൊട്ടാരത്തിൽ രാജാവിനും കുടുംബത്തിനും ജീവിക്കാനും ഒക്കെ ആയപ്പോൾ അവസാന കാലത്ത് ദേവിയുടെ ചിലമ്പ് വയ്ക്കാനായിട്ട്, അവസാനം ശേഷിച്ച ചിലമ്പ് വയ്ക്കാനായിട്ട് പാണ്ഡ്യൻ രാജ്യത്ത് പോകുന്നത്. ഈ ചിലമ്പ് മോട്ടിച്ചതാണെന്നും പറഞ്ഞ് പാണ്ഡ്യൻ രാജാവ് ഈ ഭർത്താവിനെ പാട്ടിൽ പറയുന്നത് പാലകൻ എന്നാണ്. അതിന്റെ പേര് വേറെ കോവിലെന്ന് പറയുന്നുണ്ട്, ഒരുപാട് കോവിലെന്നും പറയും. പക്ഷെ ഞങ്ങൾ ഇവിടെ ധരിച്ചിരിക്കുന്ന പാലകൻ, പാട്ടിലും അതാണ്, തോറ്റം പാട്ടിലും പാലകനെ കഴുമരത്തി കയറ്റി പാണ്ഡ്യൻ രാജാവ്. ഈ കാണാത്തതുകൊണ്ട് ദേവി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ പാണ്ഡ്യൻ രാജ്യത്ത് കോവലിനെ ദാരികനെ കൊന്ന് കഴുമരത്തി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് അഴിച്ചിറക്കി ദേവി പാലകനെ തോറ്റു. അതാണ് തോറ്റം പാടുന്നത്. ജീവൻ വീണ്ടും ദിവ്യം കൊടുക്കി ദൈവപുത്രനാക്കും. എന്നിട്ട് ഈ പാണ്ഡ്യൻ രാജെല്ലാം ചുട്ടി ചാമ്പലാക്കി അവിടെ നിന്നവരെ ഈ ഭൂമിയിൽ അവതരിക്കാനുള്ള ആ ചടങ്ങ്, ദാരികനെ കൊല്ലാനുള്ള ചടങ്ങിന് വേണ്ടി ഈ പ്രദേശത്ത് പണ്ട് കൊടുംവനങ്ങളായിരുന്നു എന്ന് ഈ പ്രദേശത്ത് വന്ന് ഈ കൊടുംവനത്തിൽ വെച്ച് ദാരികനെ കൊന്നു. ഈ ദാരികനെ കൊന്ന് കുരുതി കഴിഞ്ഞ ദേവി വരുമ്പോൾ സ്ത്രീജനങ്ങൾ ഈ സമയത്ത്
പൊങ്കാലയിട്ട് ദേവിയെ വണങ്ങിയ സായുജ്യം നേടുന്നതാണ് ഇവിടുത്തെ പൊങ്കാല. അത് ഇന്ന് നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഈ സമയത്തുള്ള പൊങ്കാലയും ഇതും ഈ ചടങ്ങും ഉള്ളൂ. വേറെ ഒരു മിക്കവാറും എൻ്റെ അറിവിൽ വേറൊരു ക്ഷേത്രത്തിലില്ല. എത്ര രസകരമായിട്ടാണ് രണ്ട് കഥകൾ, അതായത് ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണ്ണകിയും ദേവിയുടെ ദാരിക നിഗ്രഹവും തമ്മിൽ ഒത്തുചേർത്ത് അത് ഈ നാടിൻ്റെ കഥയാക്കി മാറ്റി. ആ കഥയെ എത്ര രസകരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ കഥ, അതായത് വടക്കങ്കൂർ രാജാവ് കണ്ണകിയുടെ ഭർത്താവായി മാറുകയും പാലകൻ എന്ന നാമം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ദേവി ദാരികനെ നിഗ്രഹിച്ചത് ഇവിടെ വെച്ചാണ് എന്നൊക്കെ സങ്കല്പം ആ ഒരു തലമുറയിൽ നിന്ന് കേട്ട് വരുമ്പോൾ ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവിയുടെ ഭാവവും തിന്മകൾ കാട്ടിക്കൂട്ടിയാൽ നിഗ്രഹിക്കുവാൻ ഒരു ദേവീഭാവം ഉണ്ടാകും, ഒരു അമ്മഭാവം ഉണ്ടാകുമെന്ന് തിരിച്ചറിയുവാനും മാത്രമല്ല സ്ത്രീകളോട് എന്തൊക്കെ ക്രൂരത കാട്ടുന്നു അതിനൊക്കെ ഒരു തിരിച്ചടി, ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുമൊക്കെ ഓരോ കാലഘട്ടത്തിലും ജനങ്ങളെ മനസ്സിലാക്കിക്കുവാനാണ് ഈ കഥകളെല്ലാം ഉള്ളത്. ആ കഥകളെല്ലാമാണ് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നത്. ഈ ആഘോഷവും ആചാരവും തന്നെയാണ് ഇവിടുത്തെ പൊങ്കാലയിലായാലും ശരി, ഗുരുതി സമർപ്പണത്തിലായാലും ശരി, എല്ലാറ്റിലും ഉള്ളത്. പ്രഭാതങ്ങളെപ്പോലും ഉരുകി ഒലിപ്പിക്കുന്ന വേനൽക്കാലത്ത് നിൽക്കുമ്പോൾ ചൂടൊട്ടും അറിയിക്കാതെ തണൽ നൽകുന്ന ഈ കാവിനെ വിട്ടുപോകാൻ തോന്നുകയില്ല. സത്യത്തിൽ ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയ എല്ലാവരും ഈ കാവിനുള്ളിലേക്ക് അഭയം തിരക്കി പോകും. അതങ്ങനെ തന്നെയാണ്. ഈ കാലാവസ്ഥയിലാണ് അത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുക. ഓരോരുത്തരും അവരുടെ ഗൃഹങ്ങളിൽ ആ ഉഷ്ണതാപം സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് ഈ കാവിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കാഴ്ചകളെങ്കിലും നിങ്ങൾ കാണേണ്ടത്. ഈ കാവിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു സുഖം, തണുപ്പ്, കാറ്റ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചൂടൊട്ടും അറിയുന്നേയില്ല അതിനുള്ളിൽ നിൽക്കുമ്പോൾ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും നമുക്ക് പീഠസങ്കല്പങ്ങളും ആരാധനകളും നടത്തിയിരിക്കുന്നത് കാണാം. അതിൽ മന്ത്രമൂർത്തി, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ എന്നീ സങ്കല്പങ്ങളാണ് ഉള്ളത്. ബ്രഹ്മരക്ഷസ് ഇവിടെ ആദ്യകാലത്ത് പൂജ നടത്തിയിരുന്ന ബ്രാഹ്മണനാണ് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇനി നാം കാണുന്നതാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന കാഴ്ച. അതായത് ക്ഷേത്രത്തിൽ രണ്ട് മൂർത്തികളാണുള്ളത് നമുക്കറിയാം. നടരാജനും ദുർഗാദേവിയും, ഭദ്രാസങ്കല്പത്തിൽ കൂടി ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയും. അപ്പോൾ ദേവിയും നടരാജനും മഹാദേവനുമാണ് സാന്നിധ്യമുള്ളത്. ആ രണ്ട് സങ്കല്പങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നേരെ മുന്നിൽ നമുക്ക് കാണാനുള്ളത് ഒരു കൂവളവും പനയുമാണ്. പന സാധാരണ ദേവീ സങ്കല്പം, ഭദ്രകാളി സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് പനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു വലിയ ഉയരമുള്ള പന നിൽക്കുന്നു, അതിന് തൊട്ടരികിലായി ഒരു കൂവളവും, രണ്ടും ഒരേ തറയിൽ തന്നെ നിൽക്കുകയാണ്. മഹാദേവ സാന്നിധ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൂവളവും, അത് കഴിഞ്ഞ് ഈ ദേവീ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് പനയും. മുൻപ് കാലത്ത് ഈ ക്ഷേത്രം ഒരിക്കൽ മുഴുവനും അഗ്നിക്കിരയായി പോയെന്ന് പറഞ്ഞല്ലോ. ആ പോയ കാലത്ത് ക്ഷേത്രം മുഴുവനും ഇല്ലാതെയായി സമയത്ത് ദേവിയെയും ദേവനെയും സങ്കല്പിച്ച് ആരാധന നടത്തിയിരുന്ന ഈ തറയിലാണ്. അന്ന് മഹാദേവൻ വിഗ്രഹമൊന്നുമില്ല എങ്കിൽ പോലും ഈ കൂവളം മഹാദേവ സാന്നിധ്യമായി മാറി ദേവി ഈ ഒരു പനയിൽ ദേവി സാന്നിധ്യമാകുമെന്ന് വിശ്വസിക്കുവാനും നമുക്കായി. ശ്രീ തമ്പുരാൻ ദേവീ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കാഴ്ചകളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നാം ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ ഒരു പീഠമുണ്ട് എന്നും അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട് എന്നും കാണാം. അതിമനോഹരമായൊരു സങ്കല്പമാണ് ഇവിടെയുള്ളത്. ഈ തറ അറിയപ്പെടുന്നത് കുഞ്ചിയമ്മ തറ എന്നാണ്. കുഞ്ചിയമ്മ സങ്കല്പം, കുഞ്ചിയമ്മ എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹഭാവത്തോടു കൂടി വിളിക്കുന്ന, ഓമൽ ഭാവത്തോടു കൂടി വിളിക്കുന്ന ഒരു അമ്മ സങ്കല്പമാണെന്ന് മനസ്സിലാക്കാമല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ ഈറ്റില്ലത്തമ്മയെ പോലെ, അതായത് മലപ്പുറത്ത് നമുക്കൊരു ചന്ദനക്കാവ് ക്ഷേത്രമുണ്ട്. ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ ഈറ്റില്ലത്തമ്മയുണ്ട്. ആ ഈറ്റില്ലത്തമ്മ സങ്കല്പത്തിന് സമാനമായ രീതിയിലാണ് ഇവിടെ കുഞ്ചിയമ്മ സങ്കല്പമുള്ളത്. കുഞ്ചിയമ്മ സങ്കല്പത്തിന് പ്രത്യേകതയുള്ളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പേറ്റ് മരുന്ന് ആണ്
നിവേദ്യമായിട്ട് അർപ്പിക്കുന്നത്. പേറ്റുമരുന്ന് എന്ന് പറയുമ്പോൾ 108 പ്രത്യേക ഔഷധ സ്ത്രീകൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടി കഴിക്കുന്ന, പ്രസവത്തിന് ശേഷം കഴിക്കുന്ന മരുന്നുകൾ, ആ 108 മരുന്നുകൾ ശർക്കര ചേർത്ത് ഇടിച്ചുണ്ടാക്കുന്ന പ്രത്യേക നേദ്യമാണ് കുഞ്ചിയമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ആ പേറ്റുമരുന്ന് നിവേദിക്കുന്നത്, അതായത് ഗർഭിണികളായ സ്ത്രീകൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ പേറ്റുനോവ് നിവേദിക്കുന്നത് സുഖപ്രസവത്തിന് കാരണമാകും. അതുപോലെ ജനിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങൾ വല്ലാതെ നിലവിളിക്കുകയും കരഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് വളകൾ സമർപ്പിക്കുകയും ഇതുപോലെ തന്നെ പേറ്റുമരുന്ന് സമർപ്പിക്കുകയും ചെയ്താൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ആ ഒരു ഉണർവുണ്ടാവുകയും കരച്ചിൽ നിർത്തുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ പഴമ നിറഞ്ഞ വിശ്വാസമാണ്. ചന്ദനക്കാവിൽ ഈറ്റിലത്തമ്മയുണ്ട്. അവിടെയും ഇതുപോലെയാണ് ഗർഭകാല സ്ത്രീകൾക്ക് സുഖം നൽകുന്ന. അവിടെ ചെന്ന് കലം കമഴ്ത്തി പ്രാർത്ഥിച്ചാൽ പ്രസവ സമയത്ത് ഈറ്റിലത്ത് പ്രസവിക്കുന്ന എവിടെയാണോ അവിടെ ആ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ വിശ്വാസമാണ് കുഞ്ചിയമ്മയ്ക്കുമുള്ളത്. കുഞ്ചിയമ്മത്തറയിൽ നിന്ന് നമ്മൾ ആ വിശ്വാസത്തെ അറിഞ്ഞ് പേറ്റുമരുന്ന് ഇന്നും അതങ്ങനെ നടത്താറുണ്ട്. എല്ലാ വർഷവും വർഷത്തിലൊരിക്കലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് അത്തരത്തിലൊരു ആചാരം നടത്തുന്നത്. പക്ഷേ അതല്ലാതെ ആർക്ക് വേണമെങ്കിലും വഴിപാടായിട്ട് നടത്താവുന്നതാണ് പേറ്റുമരുന്ന് നിവേദ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്നത് ഒരു പുന്നമരമാണ്. കുഞ്ചിയമ്മ എന്ന സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നാം പുന്നമരത്തിലെത്തുമ്പോൾ പുന്നാട്ട് എന്ന പേരിൽ തന്നെ ഉള്ളത് ഈ പുന്നമര സാന്നിധ്യം. നിറയെ പുന്നമരങ്ങളുള്ളൊരു കാടായിരുന്നു ഒരിക്കൽ ഈ പ്രദേശം. തിരുവനന്തപുരത്ത് ആകെ നിറയെ പുന്നമരങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നും. കാരണം പുന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നാം പറയുണ്ടായി അവിടെ ഒരു കാലത്ത് നിറയെ പുന്നമരമായിരുന്നുവെന്ന്. ഇന്നിപ്പോൾ നമുക്ക് വിരലിലെണ്ണാവുന്ന പുന്നമരങ്ങളെ തിരുവനന്തപുരത്ത് കാണാനാവുകയുള്ളൂ. അതിലൊരു ചെറുപുന്ന ഇവിടെ നിൽക്കുകയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ഈ ചെറുപുന്നയ്ക്ക് തൊട്ടരികിലായി മറ്റൊരു തട്ട് കാണാനാകുന്നുണ്ട്. ഇവിടെ 30 മുക്കോടി ദൈവസങ്കല്പങ്ങളും ഉണ്ടെന്നാണ് വിശ്വാസം. നാം പറഞ്ഞു ഇതൊരു വലിയ വനമായിരുന്നു. പിന്നീടാണ് കേന്ദ്ര സർക്കാർ സൈനിക സ്കൂളിന് വേണ്ടിയിട്ട് ഈ പ്രദേശം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുത്ത സമയത്ത് അതിനുള്ളിലൊരു ഗംഭീരമായ കാവുണ്ടായിരുന്നു. ആ കാവിലെ മൂർത്തികളെ ആവാഹിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ തറകെട്ടി പൂജിക്കുകയാണ് ചെയ്യുന്നത്. 30 മുക്കോടി ദൈവസങ്കല്പങ്ങളും ഈ ഒരൊറ്റ തറയിലുണ്ട് എന്നാണ് സങ്കല്പമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആരാധനകൾക്ക് ഇവിടെയും ഗുരുതി ഉണ്ട്. മാത്രമല്ല നാം പറഞ്ഞല്ലോ പ്രധാന ക്ഷേത്രത്തിലെ ഗുരുതി ഉത്സവം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന്. ആ ഗുരുതി സമയത്ത് ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ തറയിലും, അതായത് നാം കണ്ട കുഞ്ചിയമ്മ സങ്കല്പമുള്ള തറയിലായാലും ശരി, അതുപോലെ ഇവിടെ 30 മുക്കോടി ദൈവസാന്നിധ്യമുള്ള തറയിലായാലും നിധി കാക്കുന്ന ഭൂതത്താനുള്ള കാവിനുള്ളിലുമൊക്കെ വെറ്റില ചുരുൾ വെച്ചിട്ട് ഇവരെയൊക്കെയും ഗുരുതിക്ക് ക്ഷണിക്കും. ആ വെറ്റില ചുരുളിന് ആ ചടങ്ങ് നടത്തുന്നത് തന്നെ ഇവരൊക്കെ ഗുരുതിക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗുരുതിയുടെ തലേനാൾ ഇങ്ങനെ വന്ന് എല്ലാം ക്ഷണിച്ചു കഴിയുമ്പോൾ പിറ്റേന്ന് നടക്കുന്ന ഗുരുതിയിൽ ഇവരെല്ലാവരും ഒത്തുചേർന്ന് പങ്കെടുക്കും. അപ്പോൾ എല്ലാ 30 മുക്കോടി ദൈവസാന്നിധ്യവും ഇവിടുത്തെ ഗുരുതിക്കുണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രാധാന്യം. പുന്നാട്ട് ശ്രീ തമ്പുരാൻ ദേവി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ നിരവധിയാണ്. ഓരോ പൂജകൾക്കാണെങ്കിലും ദിവസപൂജകൾക്കാണെങ്കിലും അതുപോലെ തന്നെ പൊങ്കാല മഹോത്സവത്തിനുമൊക്കെ ധാരാളം സ്ത്രീജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ലയനയാണ്. ലയന ഏതാണ്ട് 14 വർഷമായി അല്ലേ ഇവിടെ എത്തിയിട്ട്, ഈ നാട്ടിലെത്തിയിട്ട് ഇവിടെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താറുണ്ട്. എന്താണ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഒരു ഇത്ര പുരാതനമായ ക്ഷേത്രം, ഇവിടെ വന്ന ആ ഒരു ദർശനത്തിന് ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എന്നോട് ചോദിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഒരു ചൈതന്യത്തിൻ്റെ? ഇവിടെ നടരാജഭാവത്തിലാണ്. പ്രത്യക്ഷത്തിൽ വളരെ നമുക്ക് ശക്തി തരുന്ന ദൈവമാണ്. എന്ത് സങ്കടപ്പെട്ട് നടയിൽ വന്ന് പ്രാർത്ഥിച്ചാലും അത് നടക്കും. എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണ് ഈ നാട്ടിൽ. അന്ന് മുതൽ ഞാൻ പറയും എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഭഗവാനെന്ന് പറയും. കാരണം അച്ഛൻ നമുക്കെപ്പോഴും ശക്തിയല്ലേ തരുന്നത്, അതുപോലെ ശക്തിമത്തായ ഭാവമാണ്. എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും അത് നടക്കും. ഒരുപാട് പേർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ ടച്ചിങ്ങായിട്ട് തോന്നിയിട്ടുള്ള ഒരു അനുഭവം, ഇവിടെ പൊങ്കാല നടക്കുന്ന സമയത്ത് പന്നിമേൽ ഗുരുസിയുണ്ട്. അത് കഴിഞ്ഞാണ് പൊങ്കാല നേദിക്കുന്നത്. അപ്പോൾ പന്നിമേൽ ഗുരുസി നടക്കുന്ന സമയം പണ്ടൊക്കെ ആണെങ്കിൽ അക്കരെ തോടുണ്ട്, ആ തോടിന് കരയിൽ കൂടിയാണ് സഞ്ചാരം ഉണ്ടായിരുന്നത്. ആ വഴി നടന്നു പോലും പോകത്തില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇവിടെ തൊട്ട് പിറകിൽ കിൻഫ്ര വീഡിയോ അപ്പാരൽ പാർക്കുണ്ട്. അവിടെ വിസ്മയ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട്. അവിടുത്തെ ഒരു സൗണ്ട് എഞ്ചിനീയർ എന്നോട് ഇവിടെ പൂജയ്ക്ക് വന്ന സമയത്ത് പറഞ്ഞായിരുന്നു, അവരുടെ അനുഭവം പങ്കുവെച്ചതാണ്. ഇവിടെ പൊങ്കാല ഈ ഗുരുസി നടക്കുന്ന ദിവസം അവിടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് എന്തെങ്കിലും അവർക്ക് പ്രോബ്ലം ഉണ്ടാവും. അത് കാരണം ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരത് മനസ്സിലാക്കിയതിന് ശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ ദിവസം അവിടെ അവർ അവധി കൊടുത്തിട്ട് ആ ദിവസം അവിടെ എല്ലാവരും ഇവിടെ വന്ന് തൊഴുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിലും രോഗാവസ്ഥയിലുള്ള പലർക്കും അപകടങ്ങളുണ്ടാകുന്ന സമയത്തൊക്കെ ഭഗവാൻ
ഒന്നും അതിൻ്റെയൊന്നും ഒരു ശകലം പോലും ആ രോഗത്തിൻ്റെയോ അല്ലെങ്കിൽ ആ അപകടത്തിൻ്റെയോ ഒരു ഇതുപോലും ബാക്കി വയ്ക്കാതെ ഭഗവാൻ മാറ്റി അവർക്ക് നല്ല ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് അവരിപ്പോഴും ഈ അമ്പലത്തിൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഞങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ നടരാജനാണ്. പറയുമ്പോൾ കണ്ണ് നിറയും. നിറകണ്ണുകളോടുകൂടി ലയന ഇത് പറയുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇത് അനുഭവമുള്ളതാണ്. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കണ്ണ് നിറയിച്ചുകൊണ്ട് ഈശ്വര സാന്നിധ്യം നമ്മെ ഉള്ളംകൈയിൽ, ശരിയാണ്, ഉള്ളംകൈയിൽ കാത്തുരക്ഷിക്കുന്നത് പോലെ പലപ്പോഴും ഈശ്വരമൂർത്തികൾ നമുക്കൊപ്പം ഉണ്ടാകുന്നു. അതിന് നാം ഭക്തി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതാണ് നമ്മുടെ ആത്മവിശ്വാസം, സുരക്ഷ. ജീവിതം മുന്നോട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഇതുപോലെ ഈശ്വരൻ പല ഭാവത്തിൽ വന്നു നിൽക്കും. പല അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നൽകും. ചിലപ്പോൾ നിറകണ്ണുകളോടുകൂടി നാം സ്വീകരിക്കും, മറ്റു ചിലപ്പോൾ സന്തോഷം നിറഞ്ഞൊരു ചിരി കൊണ്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും അറിയാതെ ഈശ്വര എന്ന് അല്ലെങ്കിൽ അമ്മയെ എന്ന് ഒന്ന് ജപിച്ചുകൊണ്ട് നാം അതിന് നന്ദി പറയുന്നു. പക്ഷേ എത്ര നന്ദി പറഞ്ഞാലും തീരാത്തൊരു കടപ്പാട് മനുഷ്യജന്മത്തിന് എപ്പോഴുമുണ്ട്. അത് ഈ പ്രകൃതിയോടും ഈശ്വരനോടുമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ ക്ഷേത്രം ഒരു കാരണമാകട്ടെ. എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.